ഹായ് ഹലോ, ഇത് ശംഖുപുഷ്പം. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ശംഖുപുഷ്പം. ഈ ശംഖുപുഷ്പത്തെ വെച്ച് ഞാനൊരു ഡിഷ് ഉണ്ടാക്കാൻ പോവാണ്. അത് രാവിലെ തന്നെ തൊടിയിലും അപ്പുറത്തെ വീട്ടിലുമൊക്കെ തെണ്ടി നടന്ന അമ്മ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് ശംഖുപുഷ്പം ശേഖരിച്ചുകൊണ്ട് വന്നു. നമ്മളുടെ പ്രധാന കഥാപാത്രം ശംഖുപുഷ്പമായതുകൊണ്ട് അയാളെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കുളിപ്പിച്ചെടുത്ത് 2-3 വട്ടം കഴുകി വൃത്തിയാക്കി കുളിപ്പിച്ചെടുത്തതിന് ശേഷം തണ്ടെല്ലാം പച്ച തണ്ടെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് വെക്കണം. എന്നിട്ട് അയാളെ 1 കപ്പ് തണുത്ത വെള്ളത്തിൽ തിളപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് പുഴുങ്ങിയെടുക്കണം. അയാളും വെള്ളവും ഒരുപോലെ തിളക്കട്ടെ. തിളച്ച് എടുത്ത് വരുമ്പോൾ ആ നിറം മാറി നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ കളറെല്ലാം വെള്ളത്തിലേക്ക് അയാൾ കൊടുക്കും. ആ വെള്ളമെടുത്ത് ആറിയതിന് ശേഷം നമ്മളൊരു പാനിലേക്ക് ശംഖുപുഷ്പ നീരൊഴിച്ച് അതിലേക്ക് 2 കപ്പ് കോൺഫ്ലവർ തട്ടിയിടണം. ഈ ശംഖുപുഷ്പവും കോൺഫ്ലവറും തമ്മിലുള്ള ഒരു യുദ്ധമാണ് ഇനി നടക്കാൻ പോകുന്നത്. എൻ്റെ കളർ നിനക്കോ നിൻ്റെ കളർ എനിക്കോ എന്നുള്ള മത്സരത്തിൽ അവസാനം 2 പേരും തുല്യ പങ്ക് വഹിക്കും. നീലയും വെള്ളയും ചേർന്നിട്ടുള്ള ഒരു നല്ല അടിപൊളി കളറാണ്. മേഘങ്ങൾക്ക്, ആകാശത്തിലെ മേഘങ്ങൾ നീലയും വെള്ളയും ചേർന്ന് കിടക്കുന്ന കണക്ക് നീലയും വെള്ളയും പഞ്ഞിക്കെട്ട് പോലെ ഇങ്ങനെ കിടക്കുന്ന അവരിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞ കളറിലെ നെയ്യ് ആഡ് ചെയ്യും. ആ മഞ്ഞ കളറിലെ നെയ്യ് അതിനകത്തോട്ട് ഉരുകി ചേർന്ന് വരുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യും. ഈ പഞ്ചസാര വീണ്ടും അതിന് വെള്ള കളറൊന്നും കൊടുക്കില്ല, അതിലേക്ക് അലിഞ്ഞു തരും. ആ മഞ്ഞ കളറും എവിടെ അപ്രത്യക്ഷപ്പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല. ആ രീതിയിൽ 2 പേരും മിസ്സായി കളയും. കാര്യം ഇവർക്കിടയിൽ അവർക്ക് എങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റും? അവരതിലേക്ക് അലിഞ്ഞ് ചേർന്ന് അതിന് വേണ്ട മണവും രുചിയും കൊടുക്കും. നനനനത്ത നീല കളറിൻ്റെ ഇടയ്ക്ക് വെള്ള കളറൂടെ ചേർന്ന് നല്ല പഞ്ഞി മേഘങ്ങളെ പോലെ ഉണ്ടായി കിട്ടിയ നമ്മുടെ ഇതാണ് നീലക്കുറുക്ക്. നീല ശംഖുപുഷ്പവും കോളിഫ്ലവറൂടെ ചേർന്നുണ്ടാക്കിയെടുത്ത ഒരു നീലക്കുറുക്കാണ് ഇന്നത്തെ ഡിഷ്. എനിക്കിത് കാണാൻ എന്ത് ഇഷ്ടപ്പെട്ടെന്നറിയോ? ആകാശത്തിലെ മേഘങ്ങളെ പോലെ നനനനത്ത പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്ന ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് നെയ്യ് ചേർത്തയാണ് അമ്മ. പാത്രത്തിലേക്ക് നെയ്യ് ചേർത്ത് അതിലേക്ക് വിളമ്പി ആവി പറക്കുന്ന കുറുക്കിൻ്റെ കൂടെ ചൂട് കട്ടൻ ചായയും കുടിച്ചിട്ട് ആണ് അന്നത്തെ ദിവസം ഞങ്ങൾ രാത്രി ഡിന്നർ ഞങ്ങളുടെ അതായിരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതുണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയണം. അപ്പോൾ അത്രയുള്ള വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.